നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 103 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് നമുക്ക് 104-ാമത്തെ ശ്ലോകം വായിക്കാം. കൂകി കോഴി വനാന്തരേ വിറകുമായി നിന്നന്നുരാവേ തഥാ കൂകി കോകിലവാണിമാർ കുചതടേ മേ വീടുമന്നാളിലും കൂകും കോഴികൾ തമ്മിലുള്ള സുഹൃതം ശൗരേ പറഞ്ഞിടുവാനാകുന്നീല ചരാചരങ്ങളിലുമുണ്ടത്യന്തഗത്യന്തരം. ഇവിടെ ഗുരുവായ സാന്ദീപനി മഹർഷിയുടെ പത്നിയുടെ ആദേശമനുസരിച്ച് വിറക് ശേഖരിക്കാനായി കാട്ടിലേക്ക് പോയ കൃഷ്ണനും സതീർത്ഥ്യനായ കുചേലനും ആ വനാന്തരത്തിൽ പേമാരിയിൽ അകപ്പെട്ട് രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി. പ്രഭാതത്തിൽ കോഴി കൂവുന്ന ശബ്ദം കേട്ടപ്പോൾ വല്ലാത്ത ആശ്വാസമാണ് അന്ന് അവർക്ക് തോന്നിയത്. പിന്നെ രണ്ടാമത്തെ വരിയില് കൂകി കോകിലവാണിമാർ കുചതടേ മേ വീടുമന്നാളിലും, ഇവിടെ ദ്വാരകയിലെ കാര്യമാണ് പറയുന്നത്. ദ്വാരകയിൽ പ്രഭാതത്തിൽ കോഴി കൂവുന്ന ശബ്ദം കേട്ട് ഭഗവാൻ നിദ്രയിൽ നിന്നുണർന്നു. ആ സമയത്ത് കൃഷ്ണാശ്ലേഷ വിരഹം ആകുന്ന ആ ദുഃഖം കോഴികൾ വിളിച്ചറിയിക്കുന്നത് പോലെയാണത്രേ കൃഷ്ണപത്നിമാർക്ക് തോന്നിയത്. അതുകൊണ്ട് തങ്ങളുടെ പ്രാണപ്രിയനായ കൃഷ്ണനിൽ നിന്ന് അകറ്റി നിർത്തുന്ന ആ കർമ്മമനുഷ്ഠിച്ച കോഴികളെ അവർ മനസ്സുകൊണ്ട് ശപിച്ചു എന്നാണ് പറയുന്നത്. രണ്ടിടത്തും കോഴികൾ ചെയ്ത കർമ്മം ഒന്നാണ്, പക്ഷെ ഫലം രണ്ടായി. അതാണ് അടുത്ത വരിയിൽ പറയുന്നത്. കൂകും കോഴികൾ തമ്മിലുള്ള സുഹൃതം ശൗരേ പറഞ്ഞിടുവാനാകുന്നീല. ഈ രണ്ട് സന്ദർഭങ്ങളിലും കൂകി ഉണർത്തിയ കോഴികളുടെ ആ അദൃഷ്ടമായ മുജ്ജന്മ കർമ്മഫലം എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ശൗരേ കൃഷ്ണ എന്ന് പറയാണ്. ചരാചരങ്ങളിലുമുണ്ട് അത്യന്ത ഗത്യന്തരം. ഈ പ്രപഞ്ചത്തില് ചരാചരങ്ങളിലൊക്കെ വളരെയേറെ ഗതിവ്യതിയാനങ്ങൾ കാണുന്നുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവികളും തങ്ങളുടെ മുജ്ജന്മ കർമ്മ ഫലാനുസൃതമായിട്ടുള്ള ആ വാസനാബലം കൊണ്ട് ഭക്തിയോടെ അല്ലെങ്കിൽ പ്രേമത്തോടെ, സൗഹൃദത്തോടെ, ദ്വേഷത്തോടെ, ഇങ്ങനെ പല ഭാവങ്ങളിലാണ് ഭഗവാനെ സ്മരിക്കുന്നത്. എന്നാൽ ഭാവം ഏതുമായിക്കോട്ടെ, സദാ ഭഗവത് സ്മരണ ഉണ്ടെങ്കിൽ തന്നെ കൈവല്യം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ആശ്ചര്യം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. കാരാഗൃഹത്തിൽ നരപാലർ പറഞ്ഞ വാക്കും ശ്രീനാരദോക്തിയുമതിൽ കരണീയമാദൗ ശ്രീമാനോടുദ്ധവരോടെങ്ങിനെയെന്നതേക്കും പ്രേമാതുരം തിരുമുഖം തവ കാൺമനോ ഞാൻ. ഇവിടെ കാരാഗൃഹത്തിൽ നരപാലർ പറഞ്ഞ വാക്കും എന്ന് പറഞ്ഞാൽ ജരാസന്ധനാൽ തോൽപ്പിക്കപ്പെട്ട കുറേയധികം രാജാക്കന്മാർ ജരാസന്ധന്റെ കാരാഗൃഹത്തിൽ ബന്ധനസ്ഥരായി കഴിയുന്നുണ്ട്. അവർ ഒരു ദൂതൻ വഴി കൃഷ്ണനോട് തങ്ങളെ രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചു. രണ്ടാമത്തെ വരി ശ്രീനാരദോക്തിയും അതിൽ കരണീയമാദൗ. അതേസമയം തന്നെ യുധിഷ്ഠിരൻ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന രാജസൂയം എന്നുള്ള യാഗത്തില് പങ്കെടുക്കണം എന്ന് നാരദൻ ദ്വാരകയിൽ ചെന്ന് പറഞ്ഞു. അതിൽ ആദൗ കരണീയം, ഇതില് ഈ രണ്ടെണ്ണത്തിലും ആദ്യം ഏതാണ് ചെയ്യേണ്ടത് എന്ന് കൃഷ്ണൻ ഉദ്ധവരോട് ചോദിക്കുന്നതാണ് അടുത്ത വരി. ശ്രീമാനോട് ഉദ്ധവരോടെങ്ങിനെ എന്നതേക്കും പ്രേമാതുരം തിരുമുഖം തവ കാൺമനോ ഞാൻ. ഇതിൽ ആദ്യം ഏതാണ് ചെയ്യേണ്ടത്, ഏതു വിധത്തിലാണ് ചെയ്യേണ്ടത് എന്ന് ശ്രീമാനായ ഉദ്ധവരോട് ചോദിച്ചു എന്നാണ്. ഇവിടെ ശ്രീമാൻ എന്ന പദം കൊണ്ടാണ് ഉദ്ധവരെ വിശേഷിപ്പിക്കുന്നത്. ഭാഗവതത്തില് കൃഷ്ണൻ പറയുന്നുണ്ട്,
ത്വം ഹി ന പരമം ചക്ഷു സുഹൃന്മന്ത്രാർത്ഥ തത്വവിത് എന്ന്. ശ്രീകൃഷ്ണന്റെ ആത്മമിത്രവും മന്ത്രിവര്യനുമാണ് ഉദ്ധവർ. അങ്ങനെയൊക്കെയുള്ള ഉദ്ധവരോടാണ് ആദ്യം എന്തു ചെയ്യേണ്ടു എന്ന് ശ്രീകൃഷ്ണൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഉദ്ധവരോട് ചോദിച്ച ആ സ്നേഹാതുരമായ അല്ലെങ്കിൽ സ്നേഹവാത്സല്യം തുളുമ്പുന്ന ശ്രീകൃഷ്ണന്റെ ആ തിരുമുഖം എനിക്ക് കാണാനാകുമോ, എനിക്ക് കാണാൻ സാധിക്കുമോ എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ബുധനാഴ്ച നമുക്ക് വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ